ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 22. ഗണിതശാസ്ത്രജ്ഞരുടെ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ആർതർ കെയ്ലി. ഏഴ് ഇൻറ്റു 7 ഹരിക്കണം 7 ഇൻറ്റു 7 എത്രയാണ് ഉത്തരം? ഉത്തരം 49. ആദ്യം ഹരണമാണ് ചെയ്യേണ്ടത്. 7 ഹരിക്കണം 7 1. 7 ഇൻറ്റു 1 ഇൻറ്റു 7 ആൻസർ 49. മൂന്ന് സംഖ്യകൾ കൂട്ടുകയോ ഗുണിക്കുകയോ ചെയ്യുമ്പോൾ ഒരേ ഉത്തരം ലഭിക്കുന്നു. ഏതൊക്കെയാണ് ആ സംഖ്യകൾ? ഉത്തരം 1 2 3. 1 + 2 + 3 = 6. 1 ഇൻറ്റു 2 ഇൻറ്റു 3 = 6. വ്യുൽക്രമവും സംഖ്യയും തുല്യമായി വരുന്ന സംഖ്യ ഏത്? വ്യുൽക്രമം എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ, ഒരു സംഖ്യയുടെ റെസിപ്രോക്കൽ. വ്യുൽക്രമവും സംഖ്യയും തുല്യമായി വരുന്ന സംഖ്യ ഏത്? ഉത്തരം 1. 1/1 ഉത്തരം 1 ആണ്. ഒരു വൃത്തത്തിൻ്റെ വ്യാസം ഇരട്ടിയാക്കിയാൽ അതിൻ്റെ പരപ്പളവ് എത്രയാകും? ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ ഡബിൾ ആക്കിയാൽ അതിൻ്റെ ഏരിയ എത്രയാകും എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം 4 ഇരട്ടി. ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് അതിൻ്റെ ഇക്വേഷന് πr² ആണ്. വ്യാസം ഇരട്ടിയാക്കിയാൽ ഡബിൾ ആക്കിയാൽ π2r² ആയിരിക്കും. 2⁴ 4 അതായത് 4 ഇരട്ടി. അൻപത് മിനിറ്റിൽ എത്ര സെക്കൻഡുകളുണ്ട്? ഉത്തരം 3000. 50 ഇൻറ്റു 60. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ 50 ഇൻറ്റു 60 3000 സെക്കൻഡ്. അക്കങ്ങൾ തുല്യമായി വരുന്ന എത്ര രണ്ടക്ക ഒറ്റസംഖ്യകളുണ്ട്? ഉത്തരം 5. 11 33 55 77 99. ഒരു സംഖ്യയുടെ 50%ൻ്റെ 50% 50 ആയാൽ സംഖ്യ എത്ര? ഉത്തരം 200. കാരണം ഒരു സംഖ്യയുടെ 50% എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ പകുതിയാണ്. അതിൻ്റെ 50% എന്ന് പറഞ്ഞാൽ 25. അതായത് 25%. ഒരു സംഖ്യയുടെ 25% ആ സംഖ്യയുടെ 50%ൻ്റെ 50% എന്ന് പറഞ്ഞാൽ. ഒരു സംഖ്യയുടെ 25% 50 ആയാൽ സംഖ്യ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 25% 100% ആണെങ്കിൽ 25 ഇൻറ്റു 4 100. അതായത് 50 ഇൻറ്റു 4 200 ആണ് ഉത്തരം വരുന്നത്.
ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പർ ഏതാണ്? ഉത്തരം 2. 7, 8, 9 എന്നീ 3 അക്കങ്ങൾ ഒരു തവണ മാത്രം ഉപയോഗിച്ചെഴുതാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയുടെയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയുടെയും വ്യത്യാസം എത്ര? ഉത്തരം 198. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് 987. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ 789. ഇവ തമ്മിലുള്ള വ്യത്യാസം 987 കുറക്കണം 789. ഉത്തരം 198.